ഒരുത്തന് കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ മരിച്ചു കൊടുക്കലാണ് നല്ലതെന്ന് പറയുന്നത്. CPM-നെ കടന്നാക്രമിക്കാൻ KM ഷാജിയാണ് കൂടുതൽ വളരെ മൂർച്ചയോടുകൂടി CPM-നെ ആക്രമിക്കുന്നത്. ഈ ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ വാരുന്ന കിട്ടില്ല. ചെറുപ്പകാലം മുതൽ കേൾക്കുന്ന കാര്യമാണ്. CPM-ന്റെ ചോറ് കൊടുക്കലും ഭക്ഷണം കൊടുക്കലൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയമല്ല. ഞാൻ പറയുന്ന കാര്യങ്ങളൊരു കൊള്ളാത്ത സാധനങ്ങളോ നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുമാണെങ്കിൽ ഞാൻ മതമല്ല പ്രശ്നമെന്ന് CPM പറയുമ്പോൾ മതമാണ് എന്ന് KM ഷാജി പറയുന്നതാണ് എൻ്റെ പൊളിറ്റിക്കൽ വിഷയം. പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നുള്ളത് CPM ഒരു പാപ്പരായ ഒരു ഐഡിയോളജിയാണ്. ഒരു തലച്ചോറിനകത്തേക്ക് മറ്റാശയങ്ങൾ കടന്നു വരികയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ലാവ്ലിൻ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ പുതിയ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ഒറ്റ നെക്സസ് ആണ്. സംഘടനത്തിലുള്ള ജനറൽ സെക്രട്ടറിയാണ് പ്രധാനപ്പെട്ട സംഘടനാ പദവി എന്ന് പറയുന്നത്. അത് KM ഷാജി ആഗ്രഹിക്കുന്നുണ്ട്. ചെറോ ഇറങ്ങി വന്ന ബില്ലാദൻ എന്ന് P ജയരാജൻ, ഒമർ അബ്ദുള്ള എന്ന് MV ജയരാജൻ, പിന്നെ ഇഞ്ചി മാങ്ങ തേങ്ങ അങ്ങനെ കുറേ പേരുകൾ. പാർട്ടിയിലെ പോസ്റ്റാണ് എനിക്ക് എന്ത് പറഞ്ഞാലും മറ്റെന്തിനേക്കാളും വലുത്. ഞാനിപ്പോൾ ഒരു സെക്രട്ടറി ആയത് ആഗ്രഹിച്ചായതാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ KM ഷാജി എന്തു പറയുന്നു എന്ന് കേൾക്കാൻ മലയാളികൾ പൊതുവെ ആകാംക്ഷയുള്ളവരാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാജിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഈ ലീഗ് ഇപ്പോൾ പ്രതിപക്ഷത്താണ്. ഇപ്പോൾ എന്നല്ല, കഴിഞ്ഞ 7 വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തുള്ള ലീഗ് കൂടുതൽ മൂർച്ച കൂടുകയാണോ അല്ലെങ്കിൽ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഈ കുറേ കൂടെ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് മീഡിയകൾ ഈ ഭാഗത്തുണ്ട്. മറ്റുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ജനങ്ങളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കാൻ നിരന്തരമായി റോഡ് ബ്ലോക്ക് ചെയ്യണം, സമരങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരു ആവശ്യം പിന്നെ പുതിയ കാലത്തുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ആളുകളുടെ മനസ്സിലുള്ളത് ഈ പൊട്ടിത്തെറിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചുകളുടെയും പിന്നെ കളക്ട്രേറ്റ് മാർച്ചുകളുടെയും ഒക്കെ ഒരു സമരമുഖങ്ങളാണ് ആളുകളുടെ ആ രീതി നേരത്തെ തന്നെ UDF-നില്ല. ഇപ്പം ഈ പുതിയ കാലം വന്നപ്പോൾ അത് വളരെ ഇല്ലാതായി എന്ന് പറയാം. ഈ സമരമുഖത്തിരിക്കുക എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിരുന്ന് ഇങ്ങനെ ഏറെക്കാലം പ്രതിപക്ഷത്തിരിക്കാൻ ലീഗിന് പറ്റില്ല എന്ന് പറയാറുണ്ട്. സാധാരണ ലീഗ് ഇങ്ങനെ അധികാരത്തോട് ചേർന്ന് പോകുന്നവരാണ്. അതുകൊണ്ട് ഏറെക്കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശക്തി ക്ഷയിക്കുന്നു എന്നൊരു ആരോപണം അങ്ങനെയുണ്ട്. ഞാനൊരു ലീഗുകാരൻ എന്നുള്ളതിലേക്ക് എൻ്റെ ഫീലിങ്സുകൾ വെച്ച് നോക്കിയാൽ ഒരിക്കലും ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ പിന്നെ MLA ആയിരുന്ന സമയത്തും അധികാരത്തിലുണ്ടായിരുന്ന സമയത്തും ഒക്കെ എങ്ങനെയാണോ ഒരു സമരമുഖത്തുണ്ടായിരുന്നത് അതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ടാണ് ഞാനൊക്കെ സമരമുഖത്ത് നിൽക്കുന്നത്. എത്രയോ കേസുകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അധികാരം ഇല്ലാതാവുന്നു. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അധികാരത്തിലില്ലാത്ത മുസ്ലിം ലീഗിനാണ് ഒരു കറക്ഷൻസുകൾ നടക്കുക, പാർട്ടിക്കകത്തെ ചിന്തകൾ ഉണ്ടാവുക. അധികാരത്തിൻ്റെതായ ദൂഷ്യങ്ങളെക്കാൾ നല്ലത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആർജവം തന്നെയാണെന്നുള്ള. പക്ഷെ പൊതുവെ പറയപ്പെടുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ അധികാരം ഇല്ലാതാവുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ UDF-ൽ നിന്നാൽ UDF-ലെ സ്പേസിൽ ഇനി അധികാരമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തേക്കൊന്ന് ചാഞ്ഞാൽ കിട്ടാൻ പോകുന്ന അധികാരത്തെക്കുറിച്ച് ലീഗിനുള്ളിൽ വലിയ ചർച്ചകളുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, അത് സത്യം പറഞ്ഞാൽ അതൊരു ചർച്ചാ ഭക്ഷണമാണത്. കുറേ കാലമായിട്ട് ഞാൻ MSF-ൽ ഭാരവാഹിയായി നിൽക്കുന്ന കാലം മുതൽ കേൾക്കുന്നതാണ്. CPM-ലേക്ക് പോകുന്നു, ഇടതുപക്ഷത്തേക്ക് പോകുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കൈരളി ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അത് അങ്ങനെ ഒരു സാധനം നമ്മളുടെ ഇടയിലൊരു ചർച്ചയാണ്. അതിന് റിയാലിറ്റി ഒന്നുമില്ല. കാരണം ഒരു പാർട്ടിയുടെ അകത്തിരിക്കുന്ന ഒരാൾ, പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹിയായ ഒരാൾ എന്നുള്ള ആൾക്ക് എനിക്ക് നന്നായിട്ട് ധൈര്യപൂർവ്വം പറയാൻ കഴിയും. അതിൽ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല, വസ്തുതയുമായൊരു ബന്ധമില്ല ഈ പറയുന്ന കാര്യത്തിൽ. UDF-നെ പിന്നെ മുസ്ലിം ലീഗ്, കോൺഗ്രസ് ആ ഒരു അവകാശം മുസ്ലിം ലീഗിനുണ്ട്. അത് മുസ്ലിം ലീഗ് പ്രയോഗിക്കാറുണ്ട്, കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട്, കോൺഗ്രസ് ഇങ്ങോട്ട് വിമർശിക്കാറൊക്കെ ഉണ്ടാവാം. അതിനപ്പുറത്ത് മുന്നണിയൊക്കെ മാറുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. CPM-നകത്തേക്ക് പോകണം എന്നൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ കൂടി UDF-നകത്ത് നിൽക്കുമ്പോൾ ലീഗിന് കിട്ടേണ്ട ചില അർഹതപ്പെട്ടതൊന്നും കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉയരാറുണ്ട്. ഈ അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് വാങ്ങേണ്ടവർ ലീഗുകാരാകുമ്പോഴല്ലേ, തരേണ്ടവർ വേറെ ആരും ആകുമ്പോഴല്ലേ. ആ ചിന്ത തന്നെ ശരിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. UDF എന്ന് പറയുന്നതൊരു എല്ലാവർക്കും ഈക്വലായിട്ടുള്ള റൈറ്റ്സ് ഉള്ള ഒരു മൂവാണ്, ഒരു സംഘമാണ്. അതിനകത്ത് ലീഗിന് കിട്ടുന്നില്ല, അവർ തരുന്നില്ല എന്നൊക്കെ പറയുന്നത് അവരാര്? UDF-ന് അങ്ങനെ മുതലാളിയൊന്നുമില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണല്ലോ. അല്ല, കോൺഗ്രസ് അതിനകത്തെ വലിയ പാർട്ടിയാണ്, അവരുടെ നേതൃത്വമൊന്നുമല്ല. കോൺഗ്രസിൻ്റെ നേതൃത്വം ലീഗിൻ്റെ നേതൃത്വമൊന്നുമില്ല. അതൊരു കൊലൂഷനാണ്, ഒരു നിരവധി കക്ഷികൾ ചേരുന്ന ഒരു കൂട്ടായ്മയാണ്. അതിനകത്ത് ഓഹരി വെച്ച് കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗ് കുറേ കൂടെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാറുണ്ട്. കാരണം മുസ്ലിം ലീഗിന് ഈ മുന്നണി ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കുണ്ട്. നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുതലാളിയാവാൻ വരെ അർഹതയുള്ള ആൾ ലീഗാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ഇതുണ്ട്. അതിൻ്റെതായ ഒരു കാരണവർ, ഒരു ഉത്തരവാദപ്പെട്ടവർ നൽകുന്ന ചില കനിവുകളൊക്കെ
UDF-നകത്ത് ലീഗിന് സീറ്റ് അർഹതപ്പെട്ടത് കിട്ടിയില്ല എന്ന് ലീഗോ കോൺഗ്രസോ അല്ല, CPM പറയുന്നത്. അതെ, ലീഗ് അതെ, കുറച്ചുകൂടി ആ. അർഹതപ്പെട്ട പാർട്ടിയാണ്, ലീഗ് വലിയ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതെ. ലീഗിന് വേണമെങ്കിൽ ഒരു 2-3 സീറ്റ് ലോക്സഭയിൽ കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നത് CPM ആണ്. അതിലൊരു വസ്തുതയില്ലേ? ഈ ബന്ധുരകാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരുന്ന് കിട്ടില്ല, ചെറുപ്പകാലം മുതൽ കേൾക്കുന്ന കാര്യമാണ്. CPM-ന്റെ ചോറ് കൊടുക്കലും ഭക്ഷണം കൊടുക്കലൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അത് ആ പുലിക്കൂട്ടിൽ നിന്നിട്ട് ഓരോ ഘടകകക്ഷികളും അഭിമുഖീകരിക്കുന്ന സാധനമാണ്. മുസ്ലിം ലീഗിന് കുറച്ച് സീറ്റിൻ്റെ ആനുകൂല്യം തന്നിട്ട് ആരെ അടിമായി നിൽക്കാൻ താല്പര്യമില്ല. മുസ്ലിം ലീഗ് സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊക്കെ അതിനേക്കാൾ വില മതിക്കുന്നത് സ്വതന്ത്രമായ അഭിപ്രായം പറയാനും സ്വതന്ത്രമായിട്ട് നിൽക്കാനുമാണ്. അത് LDF-നകത്ത് സാധ്യമല്ല എന്ന് 1000 വട്ടം ഞങ്ങൾക്കറിയാം. ഇടത് മുന്നണിക്കകത്തൊരു സ്പേസ് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണോ CPM-നെ കടന്നാക്രമിക്കാൻ KM ഷാജിയാണ് കൂടുതൽ വളരെ മൂർച്ചയോടുകൂടി CPM-നെ ആക്രമിക്കുന്നത്? അങ്ങനെ ഇടതുപക്ഷത്തേക്കുള്ളൊരു സ്പേസ് കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയാണോ? അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അതല്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഐഡിയോളജിക്കലി CPM-മായി ഈ കമ്മ്യൂണിസം മാർക്സിസം എന്ന് പറയുന്നത് അത്ര ശരിയല്ല. ഞാനങ്ങനെ വിമർശിക്കുന്നതിന് അർത്ഥമില്ല. അതിനകത്ത് ഒരുപാട് അതിലെ പ്രാക്ടിക്കൽ സൈഡ് മോശമെന്ന് പറഞ്ഞാലും അതിലൊരുപാട് മാനുഷികമായിട്ടുള്ള ചിന്തകളും ധാരണകളൊക്കെ ഉണ്ട്. പക്ഷേ CPM അതൊന്നുമല്ല. അതൊരു ലെഫ്റ്റ് സംഘടന പോലും അല്ല. യഥാർത്ഥത്തിൽ ഒരു റൈറ്റ് ഓർഗനൈസേഷനാണ് CPM. ഞാൻ പറയുന്നത് അതിനകത്തുള്ള സിയും അതുപോലെ തന്നെ എമ്മും ഒഴിവാക്കി വിട്ടിട്ടാണ് പറയുന്നത്. അവരൊരു സംഘടന എന്നുള്ളതൊക്കെ ഒരു റൈറ്റ് ഓർഗനൈസേഷനാണ് ശരിക്കും, ഒരു ലെഫ്റ്റ് അല്ല. ആ അർത്ഥത്തിൽ CPM-നെതിരെ വളരെ വിജിലൻ്റ് ആവുകയും CPM ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയിലോ അല്ലെങ്കിൽ അത്തരം ഒരു സംഘടനയോട് ഒരു തരത്തിലും നമ്മുടെ കുട്ടികളോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ അടുത്തു പോകരുത് എന്ന ഒരു ഒരു അവയർനെസ് പാർട്ടിയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ. ഇപ്പോൾ അഴീക്കോട് 2 തവണ ജയിച്ചതും CPM-ന്റെ കോട്ടയിലാണ്. വളരെ 10% ലീഗുള്ളൊരു മണ്ഡലമാണ് അഴീക്കോട്. അവിടെ 2 തവണ ജയിച്ചു വന്നു. അങ്ങനെ അവിടെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റാണോ സത്യത്തിൽ? ഞാൻ നോക്കും മറ്റ് ലീഗ് നേതാക്കന്മാരൊന്നും ആക്രമിക്കാത്ത വിധത്തിൽ, ഇപ്പോൾ കുഞ്ഞനന്ദൻ്റെ വിഷയത്തിലാണെങ്കിലും ഈ ബാർക്കോയുടെ വിഷയം ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിലും ഈ എക്സാലോജിക്കിൻ്റെ വിഷയത്തിലാണെങ്കിലും ലീഗിൽ CPM-നെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് KM ഷാജിയാണ്. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഈ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ വളരെ ഫേക്കാണ്, തല്ലിപ്പൊളിയാണ് എന്ന അഭിപ്രായം രാജ്യത്തിലെ മീഡിയകൾക്കില്ലല്ലോ. രാജ്യത്തെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ കുറച്ചുകൂടെ ഷാർപ്പായിട്ട് അതെൻ്റെ ഭാഷാ രീതിയുടെയും അവതരണ രീതിയുടെയും കൂടി ആയിരിക്കാം ഒരു പ്രശ്നം. പിന്നെ അതിനകത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ കുറേ ബോധ്യങ്ങളുണ്ട്. വളരെ ഡയറക്റ്റായിട്ട് 10 കൊല്ലം CPM-ൻ്റെ കോട്ടയിൽ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ നിൽക്കുന്നു. അവരുമായിട്ട് അടുത്ത സൗഹൃദമുണ്ട്, അടുത്ത ബന്ധമുണ്ട്, അടുത്ത എതിരുമുണ്ട്. അപ്പോൾ അതിനകത്ത് അവരെ ഞാൻ പലതവണ CPM എന്ന കക്ഷിയെ ഞാൻ വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അതിനകത്ത് എല്ലാ വിയോജിപ്പുകളും ഞാൻ വെച്ച് പുലർത്തുമ്പോഴും എനിക്ക് P. ജയരാജനോട് ഉള്ളിൻ്റെ ഉള്ളൊരു ബഹുമാനമുണ്ട്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ഷുക്കൂർ കേസിൽ അദ്ദേഹം ജയിലിൽ കിടക്കണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തെ അതിൽ പ്രതിയാക്കണം എന്നുള്ള ഏറ്റവും കൂടുതൽ വാദത്തിൽ ഉറച്ചു നിന്ന് അതിനുവേണ്ടി പണിയെടുത്ത ആളാണ് ഞാൻ. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള ആൾക്ക് അദ്ദേഹം പാലിക്കുന്നതിൽ സത്യസന്ധതകളുണ്ട്. ആ സത്യസന്ധതകൾ കാണാൻ വേറെ അടുത്തുമില്ല, അപൂർവമാണ്. ഒരു ഭാഗത്ത് ഇതിങ്ങനെ പറയുക, മറുഭാഗത്ത് ഏറ്റവും വലിയ കച്ചവടത്തിൻ്റെയും ഇന്ന് പോലും വന്നിരിക്കുന്ന വാർത്തകൾ എത്ര ഭീകരമാണ്. അത് ഷാജി ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ. പിന്നെ ഈ കാണുന്നത് പറയാന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. താങ്കൾ പറയുന്നതനുസരിച്ച് KM ഷാജി പറയുന്നതനുസരിച്ച് CPM-ആയിട്ട് ഒരിക്കലും ചേർന്നിരിക്കാൻ പോലും പറ്റാത്തൊരു പാർട്ടിയാണ് CPM. ആ CPM-ആയിട്ട് വേണമെങ്കിൽ സർവകക്ഷി യോഗത്തിന് ഇരിക്കാം, അവരുമായിട്ട് ചർച്ച ചെയ്യാം, ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊരു വിഭാഗം ലീഗുകാർ പറയുന്നു. വേറൊരു ഭാഗത്ത് അവരുമായിട്ട് ചർച്ചയെ പാടില്ല എന്ന തരത്തിലുള്ള ലീഗിൻ്റെ നിലപാടുകളുണ്ടാവും. ഇത് ലീഗിനകത്തുള്ളൊരു ദ്വന്ദ്വമല്ലേ ശരിക്കും? ഈ ചർച്ച പാടില്ല, അവരുടെ അടുത്ത് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് റിയാലിറ്റിയെ ഉൾക്കൊള്ളാത്തതിൻ്റെ ഒരു പ്രശ്നമാണല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ പറയുകയോ അങ്ങനെ വിചാരിക്കുകയോ ചെയ്യുന്നില്ല. കാരണം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി, ഇവിടുത്തെ ഒരു പ്രമുഖമായ രണ്ടാമത്തെ മുന്നണിയുടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു പാർട്ടി, അവ ചർച്ച പാടില്ല, അവരെ നേർക്കേറെ കാണാനുള്ള അവസരങ്ങൾ, അതൊന്നും ഞാൻ പറയുകയാണെങ്കിൽ പോലും ഒരു ശരിയായ കാര്യമല്ലല്ലോ. അതൊക്കെ അതിൻ്റെ ഭാഗത്ത് കിടക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നുള്ള നിലക്ക് CPM ഒരു പാപ്പരായ ഒരു ഐഡിയോളജിയാണെന്നും എന്തുകൊണ്ടാണോ RSS-നെയോ സംഘപരിവാരത്തെയോ എതിർക്കുന്നത്, അങ്ങനെ എതിർക്കാനുള്ള എല്ലാ കാരണങ്ങളും ഒരു ചെറിയ പ്രദേശത്ത് ഒരു ചെറിയ സ്പേസിൽ CPM നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. അല്ലെങ്കിൽ അതിനോട് തർക്കിക്കട്ടെ, ഞാനതിൻ്റെ ഒരു വിക്ടിമാണ്, അതിൻ്റെ ഒരു ഇരയാണ്. വിമർശിക്കുന്നതിൻ്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് ഞാൻ. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞു, ഒരു 5 കൊല്ലത്തെ എൻ്റെ തെരഞ്ഞെടുപ്പ് എക്സ്പീരിയൻസ് നിയമസഭാ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പൂരപ്പറമ്പ് നിന്ന് ഇറങ്ങിയ പോലെയാണ്.
ബഹളമായാണ് കേസ് കുണ്ടാമണ്ടി എല്ലാം കൂടി കഴിഞ്ഞ് ഇപ്പൊ എത്ര ഇന്നസെന്റ് കേസുണ്ട് വിജിലൻസ് കേസ്? 14 കേസോളം മൊത്തം. 14 കേസ് സ്വന്തമായിട്ടാണ് നടത്തുന്ന കേസുകൾ. ആ കേസൊക്കെ സ്വന്തമായിട്ട് നടത്തും. ഈ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കേസുകളാണല്ലോ സ്വാഭാവികമായിട്ടും. MLA ആയതിന്റെ കേസുണ്ട്, വിജിലൻസ് കേസുണ്ട്. കുടുംബ കേസൊന്നുമില്ല. ആ, അല്ല അത് പാർട്ടി നടത്തില്ല. അല്ല പാർട്ടി ഞാനാണ് നടത്തുന്നത്. സാധാരണഗതിയിൽ ഈ പൊളിറ്റീഷ്യന്മാർ ഇപ്പോൾ അല്ല. MLA ആയതിന്റെ പെൻഷൻ പോലും ഇല്ലാതിരിക്കുന്ന ആളാണല്ലോ. അത് ആ പെൻഷന് ശമ്പളമൊന്നുമില്ല. ശമ്പളമില്ലാതായിട്ട് ഏകദേശം ഒരു MLA സെക്കൻഡ് ടൈമിൽ 1.5 കൊല്ലമായപ്പോഴേക്ക് ശമ്പളമില്ല, ഒന്നുമില്ല. അത് കുറേ ഈ ഈ കുറേ സങ്കടങ്ങളാണ് വ്യക്തിപരമായി. ഒരു ഭരണകൂടം ഈ ഓഗസ്റ്റ് 1 മമ്മൂട്ടി സുകുമാരനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, ഒരുത്തന് കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ മരിച്ചു കൊടുക്കലാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. ഭരണകൂടം വേട്ടയാടാൻ ഇറങ്ങിയാൽ പിന്നെ നമ്മൾ നിസ്സഹായമായി പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഇപ്പം എൻ്റെ വീടിന് ഇപ്പോഴും നമ്പറില്ല, ആരോട് പറയാൻ? അല്ലെങ്കിൽ ഞാൻ ഒരു റീഇംബേഴ്സ്മെൻറ്റ് പോലും വാങ്ങാത്ത ഒരാളാണ്. നിയമസഭയിൽ ഒരു MLAക്കുള്ള ഒരു ആനുകൂല്യം ഞാൻ റിക്വസ്റ്റ് പോലും കൊടുക്കാത്ത ആളാണ്. ഇന്ന് വരെ ഒരു റിക്വസ്റ്റ് ഞാൻ കൊടുത്തിട്ടില്ല. അനാവശ്യമായ ഒരാനുകൂല്യവും ഞാൻ നിയമസഭയിൽ നിന്ന് പറ്റാത്ത ഒരാളാണ്. പക്ഷേ ഭീകരമായിട്ടുള്ള പീഡനങ്ങൾ വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പിലൊന്നും അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ഇത്രയും ചെയ്തിട്ടും പാർട്ടിക്ക് വേണ്ടിയാണ് ഈ പറയുന്ന 14 കേസുകളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായത്. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി കൂടെ ഒന്നുമില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയൊന്നുമില്ല. പാർട്ടിയും പാർട്ടി പ്രവർത്തകന്മാരൊക്കെ അവർ പ്രവർത്തകരുണ്ട്. പ്രവർത്തകർ KM ഷാജിക്കൊപ്പമാണ് 100%. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള, ഞാൻ പേരെന്നെടുത്ത് പറയാത്തത് എല്ലാവരും ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. ഈ വിജിലൻസ് കേസ് പ്രശ്നങ്ങളൊന്നുമില്ല, വിജിലൻസ് കേസ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളെ സത്യത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരാൾ വന്ന് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതേന്ന് പറയേണ്ടി വരില്ലേ? കാരണം എനിക്ക് വേണമെങ്കിൽ നിശബ്ദമാകാലോ. മിണ്ടാതിരിക്കാമായിരുന്നു. ഞാൻ അങ്ങനെ വലിയ ആളാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഒരു ബ്ലഡിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കതങ്ങനെ ആളാവാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ആളാവെന്നൊക്കെ പറയുന്ന ചോദിച്ചാൽ അത് ആളാവുന്ന ശ്രമം 14 കേസ് തലയെടുത്ത് വെച്ചില്ലല്ലോ വേണ്ട. അല്ലാതെ എത്ര സ്കോപ്പ് ഉണ്ട്, എത്ര കേസ്? പിന്നെ അത് ചെറിയ സംഘമൊന്നുമല്ല. വേറുള്ളവരൊക്കെ ED കേൾക്കുമ്പോൾ ഞെട്ടും. ഞാനിതൊക്കെ നേരത്തെ അറിഞ്ഞ ആളാണ്. അല്ല, വലിയ നേതാക്കന്മാർ സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കുറച്ച് ആളാവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ നിങ്ങളോട് പിന്നെ ചോദിച്ചല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങളൊരു കൊള്ളാത്ത സാധനങ്ങളോ നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതോ ആണെങ്കിൽ അതൊരു പൊയ്വടിയാണെന്ന് പറയാം. പക്ഷേ എനിക്ക് ബോധ്യമുള്ള കാര്യം അത് പറയാൻ എനിക്ക് ആരുടെ ഒത്താശയൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് സ്വീകരിക്കുന്നൊരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബോധ്യമുള്ള കാര്യം, അത് ഈ സമൂഹത്തിനെ തെറ്റായ നിലക്ക് ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നിയാൽ അതിൽ പിന്നെ എൻ്റെ നഷ്ടമോ ഒന്നും നോക്കില്ല. ആളാവാൻ കുറച്ചുകൂടെ നല്ല പണി പുതിയ രാഷ്ട്രീയ സംവിധാനത്തിൽ കുറെ കൂടെ നിശബ്ദനാവലാണ്, സ്പേസ് കിട്ടാൻ. ഒരു ഡിപ്ലോമസിയാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. സമവായത്തിൻ്റെ ഭാഷയാണ്. അതാണ്. എന്നെപ്പോലത്തെ ഒരു ഫൈറ്റർ അല്ല ആക്ച്വലി. അപ്പോൾ ആളാവാൻ നല്ലത് നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ എന്നെപ്പോലെ ഈ ബഹളം ഉണ്ടാക്കലല്ല. സത്യത്തിൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഉപദേശമാണ്, നിങ്ങളങ്ങനെ ബഹളം ഉണ്ടാക്കണ്ട, അപകടമാണ്, കുഴപ്പമാണ് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയാണ്, അതെൻ്റെ ബ്ലഡിൻ്റെ പ്രശ്നമാണ്. ഈ സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയമല്ല. സെറ്റിൽമെൻ്റ് ഒക്കെ തോന്നിയാസല്ലേ? ശരിക്കും സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് തന്നെ തോന്നിയാസല്ലേ? നമ്മൾ 10,000-കണക്കിന് അണികൾ നമ്മളെ പിറകിൽ നിൽക്കുക, എന്നിട്ട് നമ്മൾ ഇരുട്ടിൻ്റെ മറവിൽ വേറെ എന്തിനോടും കോംപ്രമൈസ്, അത് ശരിയായ കാര്യമല്ലല്ലോ. എനിക്കത് അങ്ങനെയുള്ള പൊളിറ്റീഷ്യന്മാരുണ്ട്, ഉണ്ടാവാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പറഞ്ഞു വന്നനുസരിച്ച് കൂടുതൽ സീറ്റിൻ്റെ പേരിലോ അധികാരത്തിൻ്റെ പേരിലോ ഒന്നും CPM-ലേക്ക് പോകേണ്ട ഒരു സാഹചര്യമേ നിലവിലില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന് CPM-ലേക്ക് പോകാതിരിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ പറയുന്ന സീറ്റും അംഗബലത്തിൻ്റെ പ്രശ്നമല്ല, ഐഡിയോളജിക്കലാണ്. നേരത്തെ പറഞ്ഞാൽ മതമല്ല പ്രശ്നമെന്ന് CPM പറയുമ്പോൾ മതമാണ് എന്ന് KM ഷാജി പറയുന്നതാണ് എൻ്റെ പൊളിറ്റിക്കൽ വിഷയം. ഇന്ത്യയുടെ പൊതു അകക്കമ്പ് മതമാണ്. അത് എന്നെ ആരും തിന്നാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. 4599 ജാതിയും മതവും ഇന്ത്യയിലുണ്ട് എന്നത് സെൻസസ് റിപ്പോർട്ടാണ്. ഇന്ത്യയുടെ അകക്കമ്പ് മതമാണ്. അതിന്റെ പേരിൽ വർഗീയവാദി എന്നുള്ള പേരൊക്കെ കേൾക്കേണ്ടി വന്നിട്ട് മതമാണ് വിഷയം, മതമാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ മതേതരത്വവാദികളാവുന്നതിന് പകരം മതവാദികളായി മാറുന്നു എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. എനിക്ക് ഈ പേര് കേൾക്കുന്നത് തീരെ ഭയമല്ല, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ണൂർ ചെല്ലുമ്പോൾ പറയുന്നത് ബിൻ ലാദൻ, ചുരമിറങ്ങി വന്ന ബിൻ ലാദൻ, പിന്നെ ചുരമിറങ്ങി വന്ന ബിൻ ലാദൻ എന്ന് P ജയരാജൻ, ഒമർ അബ്ദുള്ള എന്ന് MV ജയരാജൻ, പിന്നെ ഇഞ്ചി മാങ്ങ തേങ്ങ അങ്ങനെ കുറേ പേരുകൾ നമുക്ക് വരുന്ന, അതൊക്കെ നമ്മൾ സമൂഹത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്നതിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് എന്താ പേര് പോയിട്ട് അവരെ പേരെന്താണ് എന്നറിയുന്നില്ലല്ലോ. നമ്മളെ ഷാജിക്ക് പുതിയ പേര് വന്നിട്ടുണ്ട്, ഇഞ്ചി എന്നാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ അർത്ഥം? നമ്മൾ ആക്റ്റീവാണെന്നുള്ളതാണ്. അപ്പോൾ ആക്റ്റീവായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിമർശനത്തിൻ്റെ പേരിൽ ഭയപ്പെടുകയോ പേടിക്കുകയോ ആരോടെങ്കിലും ദേഷ്യം വരികയോ ചെയ്യുന്ന പോലും ശരിയല്ല.
അത് നമ്മൾ ചോദിച്ചു ആ വാങ്ങുന്നത്. നേരത്തെ പറഞ്ഞ മതപ്രശ്നം ഐഡിയോളജിക്കൽ പ്രശ്നമാണ് ഈ CPM-നോട് സി പി എമ്മുമായിട്ടുള്ള കൂടിച്ചേരായ്മ നിങ്ങൾ പറയുന്ന പോലെ സീറ്റിൻ്റെ തർക്കമല്ല. സീറ്റിൻ്റെ തർക്കമാണെങ്കിൽ ഇന്ന് CPI പോലും CPM കൈവിടും മുസ്ലിം ലീഗ് ചെന്നാൽ എന്നാണ് രാഷ്ട്രീയ സ്ഥിതി. എന്നിട്ട് കൂടുതൽ സീറ്റ് മുസ്ലിം ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് 4 മുസ്ലിം MP-മാർ മത്സരിക്കുന്നു, അല്ലെങ്കിൽ 4 പേർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു എന്ന ചോദ്യമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ആ ചോദ്യക്കാർ CPM-മാരാണ്. അവരാണല്ലോ അപ്പം കാഫർ വരുത്തും സിറാത്ത് പാലം വരുത്തൊക്കെ അപ്പോഴാണ്. ആ ചോദ്യം തന്നെ അപ്രസക്തമാവും. ഞങ്ങൾക്ക് കുറേ കൂടെ അസംബ്ലി സീറ്റുകൾ കിട്ടും. അതല്ല പ്രശ്നം. CPM യോജിക്കുക. അപ്പം അതിന് പണ്ട് അങ്ങനെ വന്നില്ലേ, ലീഗ് കൂടിയിട്ടില്ലേ? പണ്ട് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുക എന്നുള്ള ചരിത്രത്തോട് ചെയ്യുന്നൊരു നീതിയല്ല. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് പുതിയ തലമുറ പോലെ അതെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് ശരിയാണോ എന്ന് ചോദിക്കണതോ, ആധുനിക കാലത്ത് അത് എന്താ നിങ്ങൾ ഇപ്പോൾ പറയാൻ കാരണം എന്നൊക്കെ ചോദിക്കണത് ഒരു സംവാദത്തിലെ ചില തർക്കം മാത്രമാണ്. അതൊരു ഐഡിയോളജിക്കലി ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പണ്ട് തെറ്റിയാൽ ഇപ്പോൾ തിരുത്തണം. ഈ അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ലീഗിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചർച്ച രാജ്യസഭാ സീറ്റിനെ കുറിച്ചാണ്. ലീഗിന് കിട്ടാൻ പോകുന്ന ഒരു വലിയ അധികാര പദവിയും രാജ്യസഭാ സീറ്റുമാണ്. അതിലേക്ക് താങ്കളുടെ പേര് പരിഗണിക്കപ്പെടുന്നു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ തന്നെ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പേരുകളൊക്കെ ഉണ്ടോ ശരിക്കും? എൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നില്ല. പിന്നെ ഈ എല്ലാ സ്ഥാനമാനങ്ങൾ വരുമ്പോഴും എൻ്റെ പേര് പരിഗണിക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരാളുമല്ല ഞാൻ. വെറുതെ ചുമ്മാ പരിഗണിക്കപ്പെടുക. നിങ്ങൾ മീഡിയകളൊക്കെ ഇങ്ങനെ എഴുതുക, മീഡിയയിൽ നിങ്ങൾ എൻ്റെ പേര് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തരക്കേടില്ല എന്ന് വിചാരിച്ചു തീർക്കുക. അങ്ങനെയൊന്നും ഒരു വികാരമുള്ള ആളൊന്നുമില്ല ഞാൻ. അല്ല, ഇപ്പോൾ ഇന്നലെ താങ്കൾ തന്നെ പറഞ്ഞു യുവാക്കൾക്ക് കൊടുക്കുന്നതിൽ ആണ് സന്തോഷം. യുവാക്കൾക്ക് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. താങ്കളും പാർട്ടിയിലെ കണക്കിൽ യുവാവാണല്ലോ. ആ പാർട്ടിൻ്റെ മാത്രം കണക്കിൽ യുവാവാണ്, അല്ലാതെ ഞാൻ യുവാവല്ല. അതിന് വിട്ട് ഇതിപ്പോൾ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മ തെറ്റിന്നുള്ള കോലത്തിലാണ്. യുവാവായിട്ട് ഞാൻ കഴിയുകയും ചെയ്തു, എന്നാൽ പാർട്ടിയിൽ സീനിയറായിട്ട് കിട്ടണില്ല. ഞാൻ സീനിയറാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ യുവാവിൻ്റെ പരിഗണന ഒന്നും പിന്നെ അർഹനായ ആളുമല്ല ഞാൻ. അല്ല, ഈ യുവാക്കൾക്ക് കൊടുക്കുമുള്ള വിഷയം ഇപ്പോൾ താങ്കളാണെങ്കിൽ MSF-ൻ്റെ കാലത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അധികാരത്തിൻ്റെ പല തലത്തിൽ മത്സരിച്ച് വന്നോളാണ്. നേരിട്ടൊരു യുവാവ് രാജ്യസഭയിലേക്കാണോ പോകേണ്ടതെന്നൊരു ചോദ്യമില്ലേ? അല്ല, അങ്ങനെ അതൊക്കെ ഓരോ പാർട്ടിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ച കീഴ്വഴങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ പരിമിതിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. എൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ സമൂഹത്തിൽ നിൽക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ഇപ്പം നിങ്ങൾ മുമ്പിൽ ഇരിക്കുന്നതിൻ്റെ ബേസ് എന്താണ്, ഞാൻ നന്നായിട്ട് പിന്നെ കുഴപ്പമില്ലാത്ത വിധം കാര്യങ്ങൾ പറയണമെന്നുള്ളതാണ്. അത് മലയാള ഭാഷയിലാണ് നന്നായിട്ട് പറയുന്നത്. അത് വേറൊരു ഭാഷ അറിയുമെന്നുള്ളതല്ല. അതിൽ എത്രത്തോളം എനിക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. മനസ്സിലായില്ലേ നിങ്ങൾ? എൻ്റെ പരിമിതി അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അത് നിർവഹിക്കുക എന്നല്ല. കിട്ടുന്നതിൻ്റെ ഒക്കെ പുറകിൽ അതും വേണം ഇതും വേണം എന്ന് പറയേണ്ട പറഞ്ഞു പോകാനുള്ള താല്പര്യമില്ല. അതിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ പത്രത്തിൽ പേര് വാർത്ത വരാനൊന്നും നിൽക്കുന്ന ആളുമല്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് സത്യസന്ധമായും നേരായും നിർവഹിക്കാനുള്ള അവസരം ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പിന്നെ 4 തവണ കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 തവണ ജയിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പാർട്ടി ഭയങ്കരമായ പരിഗണനകൾ തരികയും അത് എൻ്റെ പരിമിതിയുടെ അപ്പുറത്തുനിന്ന് ആസ്വദിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഈ പുതിയ പാർലമെൻറ്റ് സീറ്റുകളെക്കുറിച്ചൊന്നും അല്ല വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും കേൾക്കുന്ന ചർച്ചകളല്ലാതെ എൻ്റെ പേര് അതിലേക്ക് വരാനും സാധ്യതയില്ല. പിന്നെ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം വരാനില്ല. കാരണം വരാത്തൊരു സാധനത്തിനെ കുറിച്ച് ഞാൻ സന്തോഷിച്ചിരുന്ന കാര്യം അല്ല. പൊതുവെ യുവാക്കൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതൊരു ചോദ്യമല്ലേ. നമ്മുടെ ഈ രാജ്യസഭ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു പരിണിതപ്രജ്ഞരായ ആൾക്കാർ പോയിരുന്ന് അവിടെയുള്ള വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയ വേദിയാണ്. ഉപരിസഭ എന്നാണ് പറയുന്നത് രാജ്യസഭ. അപ്പോൾ അവിടെ പരിണിതപ്രജ്ഞരായ കുറച്ച് ആൾക്കാരല്ലേ പോകേണ്ടത്. ഈ ചെറുപ്പക്കാർ നേരെ ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു തട്ടിലും കയറാതെ നേരെ രാജ്യസഭയിൽ കയറി ഇരിക്കുക എന്ന് പറയുന്നതിലൊരു വിരോധാഭാസമില്ലേ? അല്ല, ഈ ചെറുപ്പക്കാർ വരുന്നതിൽ പിന്നെ ശരികേടുണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അതൊക്കെ ഡിപ്പെൻസാണ്. ഒരു പാർട്ടികൾ ആര് ആണ് പറഞ്ഞേക്കേണ്ടത് എന്ന് പാർട്ടി ആലോചിക്കുന്ന പ്രയോറിറ്റിയിൽ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ രാജ്യസഭയുടെ എയിം അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ഏറ്റവും പരിണിതപ്രജ്ഞരായ ആളുകൾ ഒരു കണ്ടസ്റ്റ് ചെയ്തിട്ടൊക്കെ പിന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ കളികൾക്കിടയിൽ ജയിച്ചു വരാനൊന്നും വലിയ സാധ്യതകളില്ലാത്ത ആളുകൾ, എന്നാൽ അവരെ രാജ്യത്തിന് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യം, അവരുടെ ശബ്ദം നമ്മളെ നാട് കേൾക്കണം, അവർക്ക് പാർലമെൻ്ററി സിസ്റ്റത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ഉപരിസഭ യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ സീതാറാം യെച്ചൂരി, മൻമോഹൻ സിംഗ് അങ്ങനെയുള്ള പേരുകൾ കേട്ടിരുന്നിടത്തേക്കാണ് PK ഫിറോസ്, PM സാദിഖ് അലി എന്നൊക്കെ പേരുകൾ കേൾക്കുന്നത്. അപ്പോൾ അതിലുള്ളൊരു വിരോധാഭാസം ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ഞാൻ ഒരു 1-2 പേര് വെച്ചിട്ട് വിരോധാഭാസം പേരുകൾ ഞാൻ എനിക്കറിയുന്ന പേരുകൾ പറഞ്ഞു. അല്ല, അതില്ല. അതിലേക്കാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതില്ല. ഞാൻ എൻ്റെ ഒരു പൊതു ആംഗിളിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ.
ഈ രാജ്യസഭാ സീറ്റ് പോലെ തന്നെ ചർച്ചയാണ് ലീഗിനുള്ളിൽ സമസ്തയുമായിട്ടുള്ള തർക്കം. ഏറെക്കാലം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണെങ്കിൽ കൂടി തീരാത്തൊരു ചർച്ചയായിട്ട് മാറുകയാണ്. ഈ സമസ്ത ഒരു ആത്മീയ സംഘടനയാണ്. ആ ആത്മീയ സംഘടനയെ ആത്മീയതയുടെ വഴിയിൽ വിടാതെ എന്തിനാണെങ്കിൽ ലീഗ് പിന്നാലെ പോകുന്നത് എന്നുള്ളതാണ്. ഈ സമസ്ത എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടൊരു ആത്മീയ സംഘടന തന്നെയാണ്. ഇതിനെ ആരങ്ങോട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ലീഗ് അങ്ങോട്ട് കയറുന്നു എന്ന് ആരാ പറയണത്? ഇതൊക്കെ പുറത്ത് കിടക്കുന്ന ചർച്ചയാണ് അടിസ്ഥാനപരമായിട്ട്. ഇതിനിടയിൽ താല്പര്യക്കാരെവിടെ ഉണ്ടാവാം, ചില ആളുകൾ, ചില ദുഷിപ്പുകൾ. പിന്നെ ഇതിനകത്തൊരു സത്യം പറഞ്ഞാൽ ഈ സമസ്തയും ലീഗും തമ്മിൽ ശരിക്ക് പറയാവുന്നൊരു പ്രയോഗം സയാമീസ് ഇരട്ടകൾ എന്നാണ് യഥാർത്ഥത്തിൽ. കാരണം രണ്ട് തലച്ചോറാണ്, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു ഭാഗത്ത് ആത്മീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും, അവരുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ലീഗ് പിന്നെ പൊളിറ്റിക്കലി പോകുന്നൊരു സാമുദായിക സംഘടനയാണ്. എന്നാൽ ആ മുറിച്ചു മാറ്റാനാവാത്ത വിധം അവരുടെ ഹൃദയവും ശരീരമൊക്കെ ഒന്നുമാണ്. സത്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മഹല്ലത്തിൻ്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. സമസ്തയുടെ മഹല്ലാണ്. എൻ്റെ അനുജൻ ആ മഹല്ലത്തിൻ്റെ ഭാരവാഹിയാണ്. എൻ്റെ ഫാദർ ആ മഹല്ലത്തിൻ്റെ ഭാരവാഹി ആയിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെയാണ്, അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളൊന്നും കക്ഷിയല്ല. പക്ഷേ ഞാൻ ലീഗുമാണ്. മനസ്സിലാകുന്നില്ലേ? ഇതാണ് ഈ ഒരു 90% ആളുകളും ഇതിൽ നിൽക്കുന്ന ആളുകൾ. അതിനിടയിൽ എങ്ങനെ ഇതിനെ വേർപെടുത്താനാവും എന്ന ഒരു പരീക്ഷണം നടത്തുന്ന ആളുകൾ, പ്രത്യേകിച്ച് CPM-ലേക്ക് എത്തിയിട്ടുമില്ല, എന്നാൽ ലീഗിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വഴിയിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ച് പിന്നെ എന്താ പറയുക, അവരുടെ കുറേ നിരന്തരമായ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങൾ ഇങ്ങനെ നാരായണത്തു ഭ്രാന്തൻ്റെ മാതിരി ഉരുട്ടിക്കൊണ്ടുവരും. പിന്നെ അത് താഴോട്ടന്നെ ഇടും, പിന്നെ അവർ ഉരുട്ടും എന്നല്ലാതെ. ഇപ്പോൾ ഈ കാണുന്ന വിവാദങ്ങൾ നിങ്ങൾ ഓർത്തോ? ഏകദേശം ഇപ്പം തന്നെ ഒരൊറ്റ ചടങ്ങോടുകൂടി അതൊന്നും മഞ്ഞുരുകി, അതങ്ങ് തീരും. കാരണം അതിൻ്റെയൊക്കെ നേതാക്കന്മാർക്ക് ഇത് വളരെ നന്നായിട്ട് അറിയാം എവിടം വരെ പോകണം. പക്ഷേ ഈ പിണറായി വിജയൻ അധികാരത്തിലേറി ഇപ്പോൾ തുടർഭരണം കിട്ടിയ ശേഷവും ഒക്കെയാണ് സമസ്തയ്ക്ക് സർക്കാരുമായിട്ടോ സമസ്തയ്ക്ക് അധികാരത്തിൽ എന്തെങ്കിലും ഇടപെടണമെങ്കിലോ നേരിട്ട് സർക്കാരുമായി സംസാരിക്കാനൊരു ഇടപെടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ലീഗ് വഴിയായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങളും അധികാര കാര്യങ്ങളും ഒക്കെ ലീഗ് വഴി നടപ്പാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നേരിട്ടായി. അതിലൊരു കുശുമ്പ് ലീഗിനുണ്ടോ എന്നുള്ളതാണ്. അതിൽ കുശുമ്പല്ലല്ലോ. ലീഗ് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ മറ്റാരെന്തിനാണ് എന്ന ചോദ്യമല്ല അതിൽ പ്രസക്തം. മുസ്ലിം ലീഗ് അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവർക്ക് എന്തിനു മുസ്ലിം ലീഗ്, അല്ല വേറെ പാർട്ടി? ഇപ്പം മുസ്ലിം ലീഗ് അധികാരത്തിലില്ല. അപ്പോൾ പിന്നെ പിണറായി വിജയനോട് ഇടപെടുന്നതല്ലേ? അത് ലീഗിൻ്റെ പ്രസക്തിയല്ലേ കാണിക്കുന്നത്? ലീഗ് ഉണ്ടെങ്കിൽ അവിടുന്ന് വെറുതെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം സമസ്തയുടെ മനസ്സ് ലീഗിനറിയാം, ലീഗ് നേതാക്കന്മാർക്കറിയാം. ഒരു ഫോൺ കോൾ വേണ്ട, ഒരു നോട്ടം കൊണ്ട് മനസ്സിലാവും. അപ്പോൾ പിന്നെ എന്തിനാണ് വേറൊരു കോള്? അത്രയുള്ള കാര്യം. ഇപ്പോൾ പല വിഷയത്തിലും സമസ്ത നേരിട്ട് ഇറങ്ങുകയാണ്. ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സമസ്തയാണ് സർക്കാരുമായി സംസാരിക്കുന്നത്. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിന് അത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ സംസ്ഥാന സർക്കാരുമായി സംസാരിക്കേണ്ട പല വിഷയങ്ങളിലും സമസ്ത നേരിട്ട് സംസാരിക്കാനുള്ള ഡയലോഗ് ഒരു സ്പേസ് ഉണ്ടാകുന്നുണ്ട്. ആ സ്പേസ് ശരിക്കും ലീഗിൻ്റെ സ്പേസ് ആയിരുന്നു. അത് നഷ്ടപ്പെടുന്നതിനുള്ളൊരു ബേജാറും കൂടെ ഉണ്ടാവില്ലേ? ഇല്ലല്ലോ. മുസ്ലിം ലീഗിൻ്റെ സ്പേസ് ഒന്നും അതുകൊണ്ട് എങ്ങനെ പോവുക? സമസ്ത അവർ സംസാരിക്കുന്നത് അവർക്ക് ബോധ്യമായ കാര്യങ്ങളല്ലേ? ആ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാമല്ലോ. അവർ സംസാരിക്കുന്നത് കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആ വിഷയത്തിലുള്ള വാദഗതികൾക്ക് ബലമല്ലേ ഉണ്ടാവുള്ളൂ. കാരണം ആ സംഘടനയും ആവശ്യപ്പെട്ടു, ഈ സംഘടനയും പറയുന്നുണ്ട്. ആ കാര്യം ഞങ്ങളോട് റിപ്പീറ്റ് ചെയ്യണമെന്നല്ല ലീഗ് പറയേണ്ട ആവശ്യം അല്ല. ആ സംഘടന ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തിക്കൊടുക്കാതെ ഞങ്ങളുണ്ട് എന്ന് CPM-ന് പറയാലോ. അത് പറയാം. അത് CPM-ന് തന്ത്രം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാം. അത് CPM-ന് മിടുക്കാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൽ നിന്ന് സമസ്തയെ അടർത്തി മാറ്റാനോ സമസ്തയിൽ നിന്ന് മുസ്ലിം ലീഗിനെ വേറിട്ട് നിർത്താനോ ആളുകൾക്ക് ശ്രമിക്കാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊരു അസൂയാർഹമായ ബന്ധമാണ്. ആ ബന്ധത്തിന് വിള്ളലുണ്ടാക്കാൻ ഈ ഇടനിലക്കാർ ആഗ്രഹിക്കുന്നു എന്നൊരു തെറ്റൊന്നുമല്ല. അത് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. പക്ഷേ ഇക്കാലത്ത് സമസ്തയുടെ നേതാക്കന്മാർ തന്നെയാണ് പറയുന്നത് ഫാസിസത്തോട് BJP-യോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന CPM ആണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയ നിലപാടിനൊപ്പം നിൽക്കണമെന്ന് സമസ്തയിലെ തന്നെ മുഷാവറ അംഗത്തെ പോലുള്ള ഉമർ ഫൈസി മുക്കത്തെ പോലുള്ള ആൾക്കാരാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമായിരിക്കും. ഇനി ആ പറയുന്ന സമസ്ത, അതുകൊണ്ട് സമസ്ത പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ഞങ്ങളൊക്കെ സമസ്തയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബം നിങ്ങൾക്ക് പോയാൽ ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ, കണിയാൻ പറ്റില്ലാണ്. എൻ്റെ ആ മഹല്ലത്തുമായിട്ട് എങ്ങനെയാണ് എൻ്റെ കുടുംബം നിൽക്കുന്നത്, അല്ല ഈ ഓരോ ലീഗുകാരൻ്റെ കുടുംബം നിൽക്കുന്നത്. അപ്പം ഈ സമസ്ത പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞങ്ങൾ പറയണത്. അതിനകത്തുള്ള ഒരാൾ പറഞ്ഞു, അയാൾക്ക് പറയാൻ അവകാശമുണ്ട്. കാരണം അതൊരു വേറെ സംഘടനയാണ്. അത് വേറെ സംഘടനയാണ്. അല്ലെങ്കിൽ ഒന്നും പറയേ അല്ല, അഭിപ്രായം ഒറ്റ അഭിപ്രായമല്ല, അതൊരു ബലമുള്ള അഭിപ്രായമാണ്. സംസ്ഥാന മുഖപത്രത്തിലൊക്കെ CPM-ൻ്റെ പരസ്യം വരുന്നു, അതിനെ ലീഗ് എതിർത്തിട്ട് കൂടി വീണ്ടും പരസ്യം വരുന്നു. അപ്പോൾ ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്നൊരു വ്യക്തിയല്ല, സംഘടനയ്ക്കുള്ളിൽ ബലമുള്ള ഒരു അഭിപ്രായം തന്നെയാണത്.
ആയിക്കോട്ടെ എന്ന് ഞാൻ പറയണത്. ആരും ശ്രമിക്കുന്നില്ല എന്നല്ലല്ലോ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ശ്രമിക്കുന്നവരുണ്ടാവാം, പക്ഷേ അത് ജയിക്കാൻ പോണില്ല. കാരണം ഞാൻ അതിന് പറഞ്ഞൊരു പ്രയോഗമാണത്. ഇതിനെ വേർതിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിലവിലുള്ള ലോകത്തെ സയൻസ് പരാജയപ്പെട്ടു. അവസാനത്തെ സയാമി സെരട്ടയും മരിച്ചു ഓപ്പറേഷനിൽ, ഇല്ലേ? ഞങ്ങൾ കൃത്യമായി ഞാൻ ആലോചിച്ചു പറഞ്ഞ ഒരു പ്രയോഗമാണ് സയാമി സെരട്ട എന്ന് വെച്ചാൽ 2 തലച്ചോറാണ്, 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പക്ഷേ ശരീരം മുഴുവൻ ഒന്നാണ്. ഞങ്ങൾ മഹല്ലത്തിൽ സമസ്തയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ 2 തലച്ചോറും ഒരു ശരീരവുമായി പ്രവർത്തിച്ചിരുന്നൊരു സംഘടന ഒരു തലച്ചോറിനകത്തേക്ക് മറ്റാശയങ്ങൾ കടന്നു വരികയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ആശയങ്ങൾ ഒരു തലച്ചോറിൽ വരുമ്പോൾ മറ്റേ തലച്ചോറിന് സ്വാഭാവികമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരില്ലല്ലോ, അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഈ സമസ്തയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യവും ലീഗിൻ്റെ അകത്ത് വരില്ല. കാരണം ലീഗ് സ്വതന്ത്രമായിട്ടുള്ള, ഞാൻ അതാണ് നിങ്ങളുടെ തലച്ചോറ് എന്ന് പറഞ്ഞത്, സ്വതന്ത്രമായ ആലോചനാ കേന്ദ്രം തന്നെയാണ് ലീഗ്. ലീഗിൻ്റെ ഐഡിയോളജിയോ ലീഗിൻ്റെ പരിപാടികളോ സമസ്തക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജികളോ പരിപാടികളോ മുജാഹിദിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചോളൂ. ഇന്ന് വരെ നിങ്ങൾ മുജാഹിദിൻ്റെ പരിപാടികളിൽ പരസ്യമായിട്ട് അവർ പ്രാർത്ഥിച്ച് ആമീൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ സകല മുജാഹിദിൻ്റെ മുജാഹിദുകാരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഇരിക്കുമ്പോഴും ഈ കർമ്മം നടക്കുന്നുണ്ടല്ലോ ലീഗിനകത്ത്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിനകത്ത് മുജാഹിദുകൾക്ക് ഉൾക്കൊള്ളാവുന്നത് മുസ്ലിം ലീഗിനകത്തുണ്ട്, സുന്നികൾക്ക് ഉൾക്കൊള്ളാവുന്ന മുസ്ലിം ലീഗിനകത്തുണ്ട്, 2 പേർക്കും ഉൾക്കൊള്ളാനാവാത്തത് മുസ്ലിം ലീഗിനകത്തുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ സമസ്തക്കകത്തോ എല്ലാ സുന്നികൾക്കും ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ സമസ്തക്കകത്തുണ്ട്. മുജാഹിദിനകത്തോ എല്ലാ മുജാഹിദുകൾക്കും ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളും മുജാഹിദിനകത്തുണ്ട്. മുസ്ലിം ലീഗിനകത്തോ എല്ലാ മുജാഹിദുകൾക്കും എല്ലാ സുന്നികൾക്കും ഒക്കെ വരാനുള്ള സ്പേസും മുസ്ലിം ലീഗിനകത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് രണ്ടാണെന്ന്. പക്ഷെ സമസ്ത പറഞ്ഞ മുജാഹിദ് വേദികളിലേക്ക് ലീഗ് നേതാക്കന്മാർ പോകില്ല. അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കഴിഞ്ഞ ദിവസം KM മൗലവിയെ കുറിച്ച് ഒരു പുസ്തക പ്രകാശനം കോഴിക്കോടുണ്ടായിരുന്നു. അതിനകത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അതിൻ്റെ പ്രകാശനം നിർവഹിക്കേണ്ടിയിരുന്നത്. ഏറ്റുവാങ്ങേണ്ടത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അത് 2 പേരെയും കണ്ടില്ല. ഞാൻ ഇതൊക്കെ ഒരു വാർത്തയാക്കാൻ പറ്റുന്ന സ്കോപ്പാണ്. ചില സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് വാർത്തയാക്കാം. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു വലിയ പ്രോഗ്രാം, അതും തെലങ്കാനയുടെ മുഖ്യമന്ത്രി, ഒരു അത്ര പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ വരുന്നൊരു ചടങ്ങാണ്. ആ ചടങ്ങ് നടക്കുന്നത് 3 മണിക്കാണ്, ഇത് നടക്കുന്നത് രാവിലെയാണ്. ഒരു തരത്തിലും മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് അവിടെ വന്നിരിക്കാൻ ഈ 2 നേതാക്കന്മാർക്കും പറ്റില്ല. 2 നേതാക്കന്മാർക്കും അവിടെ പങ്കെടുത്തവർ എല്ലാ സദസ്സിലും സ്റ്റേജിലും ഒക്കെ ഉണ്ടായിരുന്നത് സുന്നികളും മുജാഹിദുകളും ഒക്കെ ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ. ആ പരിപാടിക്ക് വരാതിരുന്നത് പങ്കെടുക്കരുത് എന്ന് പറയും സമസ്ത എന്ന് പോലും ഞാൻ വിചാരിക്കണില്ല. സമസ്ത പോലും പറയില്ല. കാരണം എന്താ അറിയോ, അതൊരു മുജാഹിദ് പരിപാടിയല്ല. അത് STUവിൻ്റെ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം എഴുതിയൊരു പുസ്തകമാണ്, അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. അങ്ങനെ ആ പുസ്തകം വായിക്കാൻ പാടില്ല എന്നും അത് പ്രകാശനം ചെയ്യാൻ പാടില്ല എന്നൊക്കെ സമസ്ത പറയും നിങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. അതൊക്കെ ഒരു മീഡിയ സൃഷ്ടിയല്ലേ, ഞാൻ അങ്ങനെ തന്നെ കരുതുന്നുള്ളൂ. പക്ഷേ സ്കോപ്പുള്ളൊരു സൃഷ്ടിയാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനും സമസ്ത വാർത്തയ്ക്ക് നല്ല വകുപ്പുള്ള സ്കോപ്പാണ്, സാധനമാണ്. പക്ഷേ അതൊന്നും അങ്ങനെ സമസ്ത ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പങ്കെടുക്കാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വായുവിൽ ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ്. വീണ്ടും KM ഷാജിയിലേക്ക് വന്നാൽ യുവാക്കൾക്കിടയിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ലീഗിൻ്റെ ശബ്ദം തന്നെയാണ് KM ഷാജി. പണ്ട് കാലത്ത് യൂത്ത് ലീഗിൽ MSFലൊക്കെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്വാധീനം ഇല്ല ശരിക്കും. അല്ല, യൂത്ത് ലീഗും MSF ഒക്കെ നമ്മളെ പീരിയോഡിൽ തന്നെ ഞങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളുകളാണ്. MSFൽ ഞാൻ നേരത്തെ തന്നെ യൂത്ത് ലീഗിൽ നേരത്തെ വന്നു. എല്ലാവരും MSF പിരിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ ഒതുങ്ങിക്കുമ്പോൾ യൂത്ത് ലീഗിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ യൂത്ത് ലീഗിൻ്റെ ട്രഷറർ, യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ഈ 3 പദവിയും വഹിച്ച ഒരേ ഒരാൾ ഞാൻ സ്റ്റേറ്റിൽ ഉള്ള ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. ജലീൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഏറ്റുമുട്ടാൻ പറ്റുന്ന നേതാവായിട്ട് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ തോന്നുകയാണ്. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ഏറ്റുമുട്ടുന്നോ? ഇപ്പം നിലവിലുള്ളവരോട് ഞാൻ ഏറ്റുമുട്ടണില്ലേ? അതിലൊന്നും കാര്യമല്ല. ഈ ഏറ്റുമുട്ടലുകൾ ജനാധിപത്യത്തിൽ ഉണ്ടാവുന്നതിനെ എന്തിനാണ് നമ്മളിങ്ങനെ ഭയപ്പെടുന്നത്? നമ്മൾ തമ്മിലിപ്പോൾ എന്തെല്ലാം ഇപ്പം നിങ്ങളും ഞാനും അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമല്ലേ, അത് പാർട്ടിക്കകത്ത് വേണ്ടേ? ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. മാറിയോ യൂത്ത് ലീഗ്? കുറച്ചുകൂടി തീവ്രമായിരുന്നു തോന്നുന്നുണ്ട്. പഴയ KM ഷാജിയുടെ യൂത്ത് ലീഗിൽ നിന്ന് VK ഫിറോസിൻ്റെ യൂത്ത് ലീഗിലേക്കുള്ള അങ്ങനല്ല. അന്നെന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല. പക്ഷേ എൻ്റെ സമയത്ത് ഉണ്ടായിരുന്നൊരു വലിയ ഇഷ്യൂ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു അകത്തുള്ള പ്രശ്നങ്ങളായിരുന്നല്ലോ. SDPIയുടെ വരവ്, അവർ അപകടകരമായ വിധത്തിലുള്ള ഒരു സാഹചര്യം, ഇന്നത്തെ ഈ RSS സംഘപരിവാരമൊക്കെ രൂപപ്പെട്ട് വരുമ്പോൾ അതിനനുസൃതമായ വിധത്തിൽ ചെറുപ്പക്കാരെയും കൂടി സജ്ജീകരിക്കപ്പെട്ടാൽ ഉണ്ടാകുമായിരുന്ന ബുദ്ധിമുട്ട്, ഇതിനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നത്.
അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റാൻഡിലേക്ക് അന്ന് എനിക്ക് പോകേണ്ടി വന്നു. അന്ന് എഴുതിയ ലേഖനങ്ങളാവാം, മാതൃഭൂമിയിലും അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ എഴുതിയ ഒരുപാട് ലേഖനങ്ങൾ ഇപ്പോഴും പിന്നെ കയ്യിലുള്ളതാണ്. അതെന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നു. അന്ന് പെന്നും നാവും എല്ലാം സജ്ജമാക്കിയിട്ട് തീവ്രമായിട്ടാണ് നിൽക്കുക. തീവ്രവാദികളോട് പൊരുതുമ്പോൾ മിതമായിട്ട് നിൽക്കാൻ അവിടെ കഴിയില്ലല്ലോ. ഞാൻ അങ്ങനെ വേണമെന്ന് പറയും എല്ലാവരും, പക്ഷേ ഞാൻ കുറച്ചുകൂടെ തീവ്രമായിട്ടാണ് അതിനെ അറ്റാക്ക് ചെയ്തത്. ഇപ്പോൾ അത്ര തീവ്രത ഇല്ല എന്നുള്ള ഉറപ്പാണ്. അല്ല, ഇപ്പം അതിൻ്റെ കാര്യമില്ല എന്നുള്ളത്, ആവശ്യമില്ല എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യമില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എപ്പോഴും ഇത് പറയണത് എന്താ നിർബന്ധം? എല്ലാ കാലത്തും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പറയുന്ന BJP വിരുദ്ധ രാഷ്ട്രീയം കേരളത്തിൽ ചിലവാകും തോന്നുന്നുണ്ടോ? കേരളത്തിൽ BJP എങ്ങനെയാണോ ഇവിടുത്തെ മറ്റൊരു സമൂഹത്തോട് ഇടപെടുന്നത് അതിനനുസരിച്ചല്ലേ നമ്മൾ തിരിച്ചും പറയാം. അല്ലെങ്കിൽ ആളുകൾ എന്താ കരുതുക? അന്ന് കൈവെട്ട് കേസ് പോലത്തെ വലിയ രൂക്ഷമായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ പറയണമായിരുന്നു. ഇന്ന് അതുപോലെ ഞാനൊരു തെരുവെന്ന് പ്രസംഗിച്ചാൽ ആളുകൾ പറയും ഇവനെ വട്ടാന്ന് ചോദിക്കൂലേ, ഇവൻ ആരോടെയും പറയണമെന്ന് ചോദിക്കൂ. പക്ഷെ അങ്ങനെ തീവ്രതയുള്ള അല്ലെങ്കിൽ കരിസ്മാറ്റിക്കായ ലീഡേഴ്സിന് സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ വന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു സ്വീകരണം അത് ലീഗുകാർ കൊടുക്കുന്ന സ്വീകരണമാണ്. അതെ അതെ, ഒരു യുവ നേതാവിന് കൊടുക്കുന്ന സ്വീകരണം. തീർച്ചയായും. അങ്ങനെ ഒരു യുവ പ്രതിഭയ്ക്ക് ലീഗിനകത്ത് സ്വീകരണം കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അത് അങ്ങനെയൊന്നും തോന്നണില്ല. അങ്ങനെ യുവപ്രതിഭകൾക്ക് ലീഗിന് കിട്ടുന്നില്ല എന്നൊക്കെ, ലീഗ് അതിനുള്ള അംഗീകാരം കൊടുക്കണ ഒരു പാർട്ടിയാണ്. പ്രത്യേകിച്ച് ലീഗിൻ്റെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ വളരെ പിന്നെ പൊളിറ്റിക്കലൈസ്ഡ് ആണ്. ഈ ഷാഫിക്ക് കിട്ടിയ സ്നേഹം ഒരു ലീഗ് നേതാവിന് കിട്ടേണ്ട സ്നേഹമായിരുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ നിർലോഭം ഞങ്ങൾ ആർക്കും കൊടുക്കുന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഒന്നും കൂടി അവസാനിപ്പിക്കും. ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ CPM-ൽ അതേപ്പറ്റി കുഞ്ഞനന്തൻ്റെ വിഷയത്തിലാണെങ്കിലും എക്സാലോജിക്കിൻ്റെ വിഷയത്തിലാണ്, അതൊക്കെ എപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതിൽ ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ് നിലപാട്. 2020 ഞാൻ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഞാൻ പറയണത്. 2020 അതിന് ശേഷമാണ് PT തോമസ് പോലും നിയമസഭയിൽ, നിങ്ങൾക്ക് രേഖ പരിശോധിച്ചാൽ അറിയാം, ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ കണ്ണൂരിലെ പത്രസമ്മേളനത്തിൽ മാതൃഭൂമിയുടെ ലേഖനോട് ചോദിക്കുന്നത് ആരാണ് ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രവി എന്ന് ചോദിക്കുന്നുണ്ട്. രവീന്ദ്രൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് അറിയുമായിരുന്നില്ല പത്രക്കാർക്ക്. ആ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം രവീന്ദ്രന് അവസാനം ED പേടിച്ച് ആംബുലൻസിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സീനുകൾ വരെ വന്നു, കേസ് നിലനിൽക്കുന്നു. അന്ന് ഞാൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് 2020 മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്, അന്ന് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കർത്തയുടെ ഓഫീസിൽ നടന്ന ED റെയ്ഡിനകത്ത് അന്വേഷണം എന്തുകൊണ്ടാണ് ഊരാലുങ്കലിലേക്കും ബാംഗ്ലൂരിലേക്കും എക്സാലോജിയിലേക്കും പോവാത്തത് എന്നെൻ്റെ ചോദ്യമുണ്ട്. ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന എവിടെയാണ്? ലാവ്ലിൻ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ പുതിയ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ഒറ്റ നെക്സസാണ്. ഞാൻ എന്തായിരുന്നോ ഞാൻ പറഞ്ഞത് അത് കൂടുതൽ തെളിമയോടെ കേരളത്തിൽ വരുന്നു എന്നല്ല. എത്ര പീഡനം എനിക്ക് ഏൽക്കേണ്ടി വന്നാലും, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് ഒരുപാട് പൈസ എനിക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു സന്തോഷം ഇതിനകത്തൊക്കെ ഉള്ളൊരു കാര്യം അതാണ്. എന്തായിരുന്നോ പറഞ്ഞത് ആ പറയാൻ പിന്നെ നിയമസഭൻ്റെ അകത്തൊന്നും ആൾ വേണമെന്നില്ല, നിൽക്കണമെന്നില്ല. നിങ്ങളേത് ചോദിച്ചില്ല എന്തുകൊണ്ട് രാജ്യസഭ, എന്തിനാണ് രാജ്യസഭ മെമ്പർ ആവുന്നത്, എന്തിനാണ് MLA ആവുന്നത്? ഞാൻ MLA ആയി നിന്നിട്ട് നിർവഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്സിൽ അതിൻ്റെ ഉത്തരവാദിത്തം MLA അല്ലാതെ ഈ 3 കൊല്ലവും ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഞാൻ വന്നിരിക്കുന്നതും അതിൻ്റെ ഭാഗം തന്നെയാണ്. അത് പറഞ്ഞതിലൊക്കെ എനിക്ക് അശേഷം മനസ്താപമില്ല. എന്നാൽ അമിതമായ സന്തോഷമുള്ളത് എന്തായിരുന്നു പറഞ്ഞത് അവിടേക്ക് രാഷ്ട്രീയം പതുക്കെ വന്നുകൊണ്ടിരിക്കും. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള ആരോപണം എവിടെ എത്തി നിൽക്കും? അതിനൊരു കൾമിനേഷൻ എവിടെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? അറസ്റ്റിലേക്ക് പോകും. ഒരു സംശയമില്ലാതെ മുഖ്യമന്ത്രിയുടെ മകള് അറസ്റ്റിൽ വഴങ്ങേണ്ടി വരും. കാരണം അത്ര വലിയ തെളിവുകൾ. ഒരു കാര്യം മാത്രമേ ഇതിനകത്ത്, മുഖ്യമന്ത്രിയിലേക്ക് എത്തുമോ? മുഖ്യമന്ത്രിയിലേക്ക് എത്തണമല്ലോ. മകളിലേക്ക് എത്തിയാൽ പിന്നെ മുഖ്യമന്ത്രി ഇനി അതിൻ്റെ അപ്പുറത്ത് എവിടെ എത്തേണ്ടത്? ഒരാൾക്ക് മകളെക്കാൾ കൂടുതൽ ഒരു ഷീൽഡ് വേറെ ഏതാണ് ഒരു മനുഷ്യനെ സൂക്ഷിക്കാനാവുക? പക്ഷേ ഒറ്റ കാര്യത്തിലാണ് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയം സൂക്ഷിക്കേണ്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് പുതിയ അധികാരങ്ങളും സൗകര്യങ്ങളും വരുമ്പോൾ അപ്പോൾ തട്ടിക്കൂട്ടുന്ന ഒരു തരത്തിലുള്ള കോംപ്രമൈസുകൾ, ഈ അധികാരം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ പണം ഈ അവർക്ക് അധികാരം ഇല്ലാതായി പോകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതല്ല, തിരിച്ചു പിടിക്കാനുള്ളതാണ്. അത് UDF മനസ്സിലാക്കേണ്ട കാര്യമാണ്, LDF മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാണ് സത്യസന്ധമായ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതല്ലാതെ 5 കൊല്ലം എനിക്കാകാവുന്നതൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞ് വമ്പിച്ച ആരോപണങ്ങളൊക്കെ നോക്കി ജനങ്ങൾ അതിൻ്റെ പുറകിലൊക്കെ ഓടി അവസാനം നമ്മൾ അധികാരത്തിലെത്തുമ്പോൾ ആ ഫയലവിടെ മാറ്റി വെച്ചേക്ക് എന്ന് പറയലല്ല. കട്ട് കൊണ്ടുപോയത് ഏത് കുടുംബത്തിലുണ്ടെങ്കിലും തിരിച്ചു പിടിച്ച് ഈ നാട്ടിലെ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാവുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് UDF ആയാലും LDF ആയാലും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ. അടുത്ത UDF ആണ് ഭരണത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു മുന്നൊരുക്കം കൂടിയാണ്. UDF ആണ് വരുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതൊന്നും അത്ര സംശയമില്ലാത്ത കാര്യമായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ കോംപ്രമൈസ് പാടില്ല എന്നുള്ളതാണ്. ഏത് ഘട്ടത്തിലായാലും ഞാൻ പറഞ്ഞത് അത് LDF ചെയ്യാൻ പാടില്ലാത്തതാണ്. LDF എന്തിനാണ് ചെയ്യണത്? UDFനകത്ത് ഇപ്പോൾ അവർ പറഞ്ഞ ആരോപണങ്ങൾ, ഏതെങ്കിലും ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഇപ്പോൾ കേസുണ്ടോ?
ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ച ബാർക്കോഴൻ്റെ നേതാക്കന്മാരപ്പം അപ്പുറത്തുള്ളത് എല്ലാവരും അപ്പുറത്തുള്ളത്. അപ്പം ഈ കള്ളത്തരങ്ങളിൽ ജനങ്ങൾ മടുക്കും. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് അതിൽ സത്യസന്ധത കാണിക്കലാണ്. ഞാൻ അടക്കമുള്ളവരുടെ ഏത് അധികാരം നമ്മുടെ കയ്യിൽ വരുമ്പോഴും ആലോചിക്കേണ്ട കാര്യം അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനമായി ഈ രാഷ്ട്രീയ സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് തന്നെ അഴീക്കോട് ജയിച്ചു കയറാനുള്ള അടുത്ത വർഷം ഈ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയമായ എയിം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്കതൊരു എയിമൊന്നുമല്ല. ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് MLA-മാരായിട്ട് എത്ര പേരുണ്ട് ലീഗിൽ എന്ന് ഒറ്റയടിക്കങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുമോ? ഷാജി ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തരില്ലേ? അങ്ങനെ രാഷ്ട്രീയത്തിൽ നിൽക്കാനേ ആവണമെന്നില്ല, MLA ആവണമെന്നൊന്നുമില്ല. അത് പാർലമെൻ്ററി രാഷ്ട്രീയം എന്ന് പറയുന്നത് പോകുന്ന വഴിയിലാണ്. പക്ഷേ അവിടെ പോയാലും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇവിടെ നിന്നാലും അത് നിർവഹിക്കാൻ സ്പേസ് ഉണ്ട്. അത് കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ പോയി ഇരിക്കുന്നത് നല്ല പണിയാണ്. യുവാവായി ഇറങ്ങുകയും ചെയ്തു, ഇല്ലത്തെത്തിയതില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും സംഘടനത്തിലുള്ള ജനറൽ സെക്രട്ടറിയാണ് പ്രധാനപ്പെട്ട സംഘടനാ പദവി എന്ന് പറയുന്നത്. അത് KM ഷാജി ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, പിന്നെ ആഗ്രഹമില്ലാതെയാ. മുസ്ലിം ലീഗിലെ ഒരു ഉന്നതമായ പദവി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ വിവരക്കേടാവും. അതെന്താ വെച്ചാൽ ഞാൻ ഒരു ഡിപ്ലോമാറ്റിക് ഡയലോഗാവും. ഞാൻ ആഗ്രഹിക്കുന്നൊരു പദവി അതൊക്കെ തന്നെയാണ്. പാർട്ടിയിലെ പോസ്റ്റാണ് എനിക്ക് എന്ത് പറഞ്ഞാലും മറ്റെന്തിനേക്കാളും വലുത്. ഞാനിപ്പോൾ ഒരു സെക്രട്ടറി ആയത് ആഗ്രഹിച്ചായതാണ്, പാർട്ടിയാണ് നിർബന്ധിച്ച് ഏൽപ്പിച്ചൊന്നുമല്ല. ആയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വേണമെന്ന് പറയുമായിരുന്നു. സത്യമായിട്ട് ഇത് ഭയങ്കര പാർട്ടി ഭാരവാഹിത്വത്തെ എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്ക് പാർട്ടി സെക്രട്ടറി ആവുക നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ 1000 വട്ടം ഞാൻ പറയും ഉണ്ടെന്ന്. കാരണം എന്താ അറിയോ, ഇല്ല എന്ന് പറയുന്നത് കള്ളത്തരാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 50 കഴിയാൻ പോകാന്നല്ലോ, പ്രായം കഴിഞ്ഞു അല്ലേ? 50 കഴിഞ്ഞു. ഇപ്പോൾ 80ാമത്തെ വയസ്സിൽ സെക്രട്ടറി ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പാർട്ടിക്ക് വേണ്ടി. അങ്ങനെയല്ല, വയസ്സിൻ്റെ കണക്കൊന്നും അതിനകത്തില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും.